നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണത് എന്നോട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ കേട്ടോ. എൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ. അപ്പോൾ സ്കിൻ കെയർ റുട്ടീനിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ആദ്യം പറയാനുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് തുടങ്ങിയപ്പോൾ നമ്മുടെ സ്കിന്നിലത്തെ കുരു എപ്പോഴും ഇങ്ങനെ വരുന്ന ടെൻഡൻസി ഉണ്ടല്ലോ, അത് കുറയാനും പിന്നെ അതുപോലെ തന്നെ സ്കിൻ എപ്പോഴും ക്ലിയർ ആയിട്ടിരിക്കാനും പിന്നെ ഏതെങ്കിലും ഒരു കുരു വന്നാൽ തന്നെ പീരിയഡിൻ്റെ ടൈമിലൊക്കെ വന്നാൽ തന്നെ അത് അങ്ങനെ തന്നെ പെട്ടെന്ന് മാറി പാടൊന്നും അധികം ഇല്ലാണ്ട് പോകാനൊക്കെ ആയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഓൾറെഡി മിക്ക വീഡിയോകളൊക്കെ പറയാറുണ്ട്, എങ്കിലും അതൊക്കെ കൂടിയിട്ട് ചിലരിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് നമ്മളിന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും അതായത് ഇപ്പോൾ ഏകദേശം കുറേ നാളായിട്ട് സ്കിൻ കെയർ ചെയ്യുന്നത് നമ്മൾ ഈവനിങ്ങിൽ നമ്മൾ കുളി കഴിയില്ല, അതായത് നമ്മൾ ഈവനിങ്ങിൽ നമ്മുടെ മേല് കഴുകുക എന്നൊക്കെ പറയില്ലേ, മേല് കഴുകി അല്ലെങ്കിൽ കുളിക്കുക അങ്ങനെ സംഭവം കഴിഞ്ഞിട്ട് അപ്പം തന്നെ നമ്മൾ വന്നിട്ട് സ്കിൻ കെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമുക്ക് ടൈം ഉണ്ടാവും, അതേപോലെ തന്നെ അതിപ്പോൾ എല്ലാവർക്കും പറ്റുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് പറ്റുന്നവർക്ക് ആ സമയത്ത് ചെയ്തു നോക്കാം. വീട്ടിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഈവനിങ്ങിൽ കുളി കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി കിടക്കാൻ നേരത്തെ ചെയ്യണേക്കാളും നമ്മൾ ഈവനിങ് സമയത്ത്, അതായത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 4-5 മണി ടു 6 മണി കൂടി വന്ന് 7 മണി അതിൻ്റെ ഉള്ളിൽ കഴുകും, മേല് കഴുകും. അപ്പോൾ അത് ആ സമയത്ത് തന്നെ ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ സ്കിന്നിലേക്ക് പെനിട്രേറ്റ് ആയി, ഇപ്പോൾ സിറം ആണെങ്കിലും ക്രീം ആണെങ്കിലും ഒക്കെ നന്നായിട്ട് ഇങ്ങനെ അബ്സോർബ് ചെയ്യിച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള ടൈം ഉണ്ട്. പിന്നെ അതുപോലെ അത് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. പിന്നെ നമ്മൾ കിടക്കണേക്കാളും തൊട്ട് മുൻപ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തലോണമേയും ഒക്കെ കിടന്ന് ഉരുളുമ്പോൾ സാധനങ്ങളൊക്കെ പോവും മുഖത്തിട്ടത്, പിന്നെ അത് പിടിക്കാനായിട്ടുള്ള ടൈം ഉണ്ടാവില്ല സ്കിന്നിൽ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ സ്കിന്നിന് പതുക്കേനെ നമ്മൾ എന്തായാലും നമ്മൾ സ്കിൻ കെയർ നമുക്ക് ഇഷ്യൂസ് ഒന്നും വരാതിരിക്കുക. അത്യാവശ്യം നമ്മൾ സ്കിൻ കെയർ ചെയ്യണം, സിറംസ് മോയ്സ്ചറൈസിങ് ഒക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് ആ ഒരു സ്കിന്നിലേക്ക് ഇങ്ങനെ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ അത് ഞാൻ ആദ്യം ശ്രദ്ധിച്ച കാര്യം കേട്ടോ. ഭയങ്കര നല്ല വ്യത്യാസം അതോടുകൂടി നമുക്ക് കിട്ടാൻ തുടങ്ങി. നമ്മളിപ്പോൾ എന്ത് കാര്യമാണ് ചെയ്യണത് അത് നമുക്ക് വേഗം തന്നെ ആ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലത്തെ ആ ഒരു ഇഷ്യൂസ് അനുസരിച്ചിട്ട് നമ്മൾ ഫേസ് പാക്ക് കാര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ആദ്യമൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും കുരുവാണല്ലോ, നമുക്ക് ആ ഒരു PCODയും കാര്യങ്ങളുള്ളത് കൊണ്ട് എപ്പോഴും സ്കിന്ന് ഇപ്പം ഇന്ന് 2 ദിവസം ക്ലിയർ ആണെങ്കിൽ അടുത്ത 2 ദിവസം പിമ്പിളും കുരുവൊക്കെ വന്ന് പെട്ടെന്ന് അങ്ങനെ ഒരു ചേഞ്ച് ആവും സ്കിന്നിന്. അപ്പോൾ അത് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യൽ, നന്നായിട്ട് വെള്ളം കുടിക്കുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ കുറേ വ്യത്യാസം വരും. ഒപ്പം തന്നെ നമ്മുടെ ഫേസ് പാക്ക് ആദ്യമൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ഫേസ് പാക്ക് ഉപയോഗിച്ച് ഇഷ്യൂവിനനുസരിച്ചിട്ട് ഫേസ് പാക്ക് ഉപയോഗിച്ചു. അതായത് എനിക്കിപ്പോൾ നിറയെ കുരുവാണെങ്കിൽ ആ കുരുവിന് വേണ്ടിയിട്ട് കുരു മാറുന്നവരെ അതിനനുസരിച്ച് ഡെയിലി നമ്മളിപ്പോൾ ജീരക പാക്ക് ആണെങ്കിൽ നമ്മൾ കുരുവുമ്പോൾ മാത്രം ഈവനിങ്ങും മോർണിംഗും ചെയ്യും. അങ്ങനെയൊക്കെ ഡെയിലി ചെയ്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് എൻ്റെ പാട് മാറാൻ വേണ്ടിയിട്ട് അതിനുള്ള കാര്യങ്ങൾ. അപ്പം അങ്ങനെ സ്ഥിരമായിട്ട് പാക്കുകൾ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കണില്ല, കാരണം നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം അധികം കുരുവില്ല, അധികം വലിയ പാടുകളില്ല, സ്കിന്ന് ക്ലിയർ ആണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ, അതായത് നമുക്ക് സ്കിന്നിന് പറ്റിയതും നമ്മൾ ആ ഒരു കുറേ മിസ്റ്റേക്കുകളൊക്കെ തിരുത്തി നല്ല രീതിക്ക് സ്കിൻ കെയർ ചെയ്തു പോയതുകൊണ്ടാണ് ഇപ്പോൾ അധികം കുരുവില്ലാണ്ട്. കുറേ നാളായിട്ട് ഇപ്പോൾ കുരുവില്ല. വല്ലപ്പോഴും പീരീഡിൻ്റെ സമയത്ത് ഒരെണ്ണെങ്ങാനും ഇപ്പോൾ ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു, അത് അങ്ങനെ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റണത് അങ്ങനെയാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആഴ്ചയിൽ ഒരു 2-3 തവണ ചിലപ്പോൾ ഫേസ് മാസ്ക് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഷീറ്റ് മാസ്ക്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇടും. അപ്പോൾ അതും നമ്മൾ കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ബാക്കിയുള്ളത് നമുക്ക് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ ഒരു റിസൾട്ട് മാത്രമല്ല. നമുക്ക് ഇന്നലെ വരെ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് പിമ്പിൾസും മാർക്സൊക്കെ മാറി നല്ല രീതിക്ക് ഫേസ് ക്ലിയർ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റും അതുപോലെ ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര നല്ല റിസൾട്ടായിരുന്നു നമ്മുടെ ഈ ഒരു കാര്യങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് മുടിയൊക്കെ നന്നായിട്ടൊന്ന് കെട്ടി വെച്ചിട്ട്, അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് ബയോഡെർമയുടെ മിസലർ വാട്ടർ ആണ്. ഇത് വന്നിട്ട് ബയോഡെർമയുടെ മിസലർ വാട്ടർ ഞാനിപ്പോൾ കുറേ ആയിട്ട് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഈ വലിയ ബോട്ടിൽ മേടിച്ചിട്ട് ഏകദേശം ഭാഗത്തോളം കഴിഞ്ഞു. അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു കോട്ടൺ പാഡ് ഭയങ്കര നല്ലതാട്ടോ. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചിട്ട് 3 പാക്കറ്റ് മേടിച്ചിട്ട് ഇപ്പോൾ കുറേ നാൾ അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അഴുക്കൊക്കെ ഇപ്പോൾ ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ കാലത്ത് സ്കിൻ കെയർ ചെയ്തിട്ട് പിന്നെ ഒരു ഉച്ചയായപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ സൺസ്ക്രീൻ ഒന്ന് റീഅപ്ലൈ ചെയ്തു. അത്ര തന്നെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എങ്കിലും നമ്മുടെ ഫേസിൽ
മിക്സലർ വാട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെ കോട്ടൺ പാഡ് വെച്ചിട്ടൊന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നന്നായിട്ട് തോന്നിയിട്ടു എനിക്ക്. കാരണം അഴുക്ക് പോവുകയും നമ്മുടെ പോഴ്സൊക്കെ നീറ്റാവുകയും ചെയ്താൽ തന്നെ കുറേ അധികം പിമ്പിൾസിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ നിലാസ് ഹെർബ്സിൻ്റെ ഫേസ് വാഷ് വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് നമ്മുടെ ഫേസ് കഴുകിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ പിമ്പിൾസ്, അതുപോലെ നമുക്ക് പിഗ്മെൻറ്റേഷൻ, സൺ ടാൻ, അതുപോലെ നമ്മുടെ ഡാർക്ക് സ്പോട്ട് കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനും നമുക്ക് റിമൂവ് ചെയ്യാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ 1 മിനിറ്റോളം നമ്മൾ ഫേസ് വാഷ് വെച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്കിന്നൊന്ന് നമ്മൾ ഫേസ് വാഷ് എന്തിനും ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അതൊന്നും അതിൻ്റെ ഗുണം കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് 1 മിനിറ്റോ അതിന് കൂടുതലായാലും കുഴപ്പമില്ല, കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്ത് ആ ഒരു ഫേസിൻ്റെ അഴുക്കൊക്കെ ഒന്ന് റിമൂവ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് മസാജ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വെറുതെ നമ്മുടെ സാധാരണ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന സ്കിൻ കെയർ റുട്ടീനാണ് നമ്മളിന്ന് ഈ ഒരു കാണിക്കുന്നത് കേട്ടോ, നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ. പിന്നെ അപ്പോൾ നമുക്കിത് കഴുകി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യണത് ഫേസ് പാക്കാണ്. അപ്പോൾ ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ഇഷ്യൂവിനനുസരിച്ച് ചെയ്യാം. ഇപ്പം എൻ്റെ ഫേസിലധികം പാടും കാര്യങ്ങളൊന്നും ഇല്ല, അതുപോലെ ഇഷ്യൂസ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്കാണ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ അശ്വഗന്ധ അല്ലെങ്കിൽ അമുക്കുരം പൗഡറാണ്. 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നും നമ്മൾ ഇതിലിടുന്നില്ല, ജസ്റ്റ് ഈ പൗഡർ മാത്രം. ദെൻ നമ്മളിതിലേക്ക് വെള്ളത്തിന് പകരം നമ്മുടെ കുക്കുംബർ ക്യാബേജ് ടോണറില്ലേ, അപ്പോൾ ഈ ഒരു സീസണിൽ നമുക്ക് ഭയങ്കര നല്ലതാണ് നമ്മുടെ സ്കിന്നൊന്ന് റീഫ്രഷ് ആവാനും അതേപോലെ പോഴ്സൊക്കെ ക്ലീൻ ആവാനും. പിന്നെ ഈ ഒരു അശ്വഗന്ധ പൗഡർ എന്ന് പറയുമ്പോൾ നല്ല ആൻറ്റി ഏജിങ് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനും നമുക്ക് നല്ലത് റിങ്കിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും ഈ ഒരു പാക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് ഇട്ട് കൊടുക്കണേ. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ പിമ്പിളാണെങ്കിൽ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യും. പിന്നെ ഞാൻ ഇപ്പോൾ ഡെയിലി ഫേസ് പാക്ക് ഇടുന്നില്ല, കാരണം നമുക്ക് ആ ഒരു ഇഷ്യൂസൊക്കെ കുറഞ്ഞു, നമ്മുടെ ഫേസ് ഒന്ന് ക്ലിയർ ആക്കി കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ആഴ്ചയിൽ 2-3 തവണയായിരിക്കും, ചിലപ്പോൾ ഷീറ്റ് മാസ്ക് ഉണ്ടാക്കി ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയായിരിക്കും. പിന്നെ നമ്മുടെ വീഡിയോസിന് വേണ്ടി ഏതെങ്കിലും ഫേസ് പാക്ക് കാണിക്കുമ്പോൾ പിന്നെ ഞാൻ വേറെ ഫേസ് പാക്ക് എനിക്ക് വേണ്ടി ഇടാറില്ല, അങ്ങനെ തന്നെ അത് ഉപയോഗിക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ റുട്ടീൻ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ഉപയോഗിക്കുക. നിങ്ങൾ ഏത് ഫേസ് പാക്കാണോ അത് ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം ഏകദേശം ഒരു ഹാഫ് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം, വെറുതെ വെള്ളത്തിൽ കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ആൻറ്റി ഏജിങ് കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. ഈ സമയത്ത് നിങ്ങൾ ഏതാണ് ഉപയോഗിക്കണത് ഈ കാര്യങ്ങൾ ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ നിലാസ് ഹെർബ്സിൻ്റെ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണോ എന്നൊക്കെ തോന്നും, പക്ഷെ അതല്ല കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് റുട്ടീൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് ഏതോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഫേസ് നല്ലൊരു റീഫ്രഷിങ്ങും അതേപോലെ ആ ടാനൊക്കെ പോയി നല്ലൊരു ബ്രൈറ്റായ മാതിരി ഫീൽ ചെയ്യും നമുക്കിത് കഴുകി വരുമ്പോൾ. അടുത്തത് നമ്മുടെ കുക്കുംബർ ക്യാബേജ് ടോണറാണ് നമ്മൾ ഇട്ട് കൊടുക്കണേ. അത് ഞാൻ ആ ടോണറിൻ്റെ അടിയിലേക്ക് എത്തിയപ്പോഴേ ടോണറിൽ കുറച്ച് ഇങ്ങനെ തരികളുണ്ട്. അപ്പോൾ ആ ടോണർ ഇങ്ങനെ വർക്കാവുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് കയ്യിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു എന്ന് മാത്രം. ഒന്ന് വെയിറ്റ് ചെയ്യാം, കാരണം എന്താണെന്ന് വെച്ചാൽ അതൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടി പാറ്റ് ഡ്രൈ ചെയ്യുക. അതായത് ഒരു പാർട്ട് ഡ്രൈ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കത് അടുത്ത കാര്യം ചെയ്യാം. അപ്പോൾ അതൊന്ന് ഡ്രൈ ആവുന്നതിൻ്റെ ഇടയിൽ നമുക്ക് നിലാസ് ഹെർബ്സിൻ്റെ ലിപ് കെയർ ഓയിൽ ഉണ്ടാവും ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം ലിപ് കെയർ ഓയിൽ ഇട്ടിട്ട് ഏകദേശം ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് ലിപ് ബാം ഇടുമ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ട് നന്നായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, ഞാൻ ഇതൊന്നും വാങ്ങാൻ നിർബന്ധിക്കുന്നില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടല്ല വീഡിയോ ചെയ്യണം. എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ ഏതാണോ അതാണ് കാണിക്കുന്നത് മാത്രം. നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങളുടെ ഏത് നാച്ചുറലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മേടിച്ചിട്ടുള്ളതോ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഏത് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് റുട്ടീൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. അടുത്തത് നമ്മൾ നിലാസ് ഹെർബ്സിൻ്റെ തന്നെ നമ്മുടെ ടെൻഡർ കോക്കനട്ട് ടോണർ അടിച്ചു കൊടുക്കുക. അപ്പോൾ മറ്റേ നമ്മൾ നേരത്തെ അടിച്ചത് ഉണങ്ങി നന്നായിട്ടൊന്നും അബ്സോർബായി. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ pH വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ എന്താ പറയുക സ്കിൻ ബ്രൈറ്റ് ആക്കാനും കുരു കുറയാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ടോണറാണ്. അപ്പോൾ അത് ഒന്ന് അബ്സോർബ് ആവുന്ന നേരം കൊണ്ട് നമുക്ക് നിലാസ് ഹെർബ്സിൻ്റെ അണ്ടർ ഐ സിറം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതൊരു തിക്ക് സിറമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മുടെ കണ്ണിൻ്റെ താഴെയും മുകളിലായിട്ടൊരു 3-4 ഡ്രോപ്പ് ജസ്റ്റ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം 2 കണ്ണിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ റിംഗ് ഫിംഗർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് അണ്ടർ ഐ ഡാർക്ക്നെസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമുക്ക് അണ്ടർ ഐ സിറം ചെയ്യുന്നത് നല്ല അണ്ടർ ഐക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ഭാവിയിൽ അത് വരാതിരിക്കാനും പിന്നെ നമ്മുടെ റിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ റെഡ്യൂസ് ആവാനും പിന്നെ നമുക്കിപ്പോൾ ഫോണും കാര്യങ്ങളൊക്കെ എല്ലാവരും നോക്കുന്നുണ്ടേ, ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ കൂടുതലും നമ്മൾ നോക്കുന്ന സമയമാണല്ലോ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ. അപ്പോൾ അതൊന്ന് നമ്മുടെ ടോണറൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ നിലാസ് ഹെർബ്സിൻ്റെ സ്കിൻ കെയർ സിറം നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ സ്കിൻ കെയർ സിറം നമ്മുടെ സ്കിൻ കെയർ സിറം അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഒരു ഫില്ലർ നിറയെ എടുക്കുക. എന്നിട്ട് നമ്മൾ കുട്ടി ഡ്രോപ്പായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഇങ്ങനെ എല്ലാവിടെയും ഡ്രോപ്പ് ചെയ്ത് പോവുക. കൈകൊണ്ട് ഇങ്ങനെ അബ്സോർബ് ചെയ്ത് അങ്ങനെ ഒലിച്ച് താഴത്തേക്ക് വീഴാതെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വാട്ടർ സോല്യൂബിൾ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ
നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കൂടുതൽ റിസൾട്ട് കിട്ടാനായിട്ട് നമ്മൾ ഇതുമാതിരി നമ്മൾ കൂടുതൽ ഒരു ഡ്രോപ്പ് ഫുള്ളായിട്ട് എല്ലാവിടെയും നമ്മളിങ്ങനെ ഡ്രോപ്പായി കൊടുക്കണം. എന്നാലാണ് അതിൻ്റെ കംപ്ലീറ്റ് റിസൾട്ടും പിന്നെ എല്ലാവിടെ എത്തി നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക. ഇത് അങ്ങനെ ഡ്രോപ്പായി ഇതൊരു ഫില്ലർ ഫുള്ളായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കൈകൊണ്ട് ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ പോഴ്സിലേക്കും നമുക്കിപ്പോൾ ഇനി പിമ്പിൾ ഉണ്ടെങ്കിലും അതുപോലെ നമുക്ക് മാർക്ക് ഉണ്ടെങ്കിലും ഒക്കെ നമുക്കത് നമ്മുടെ ആ ഒരു സ്കിന്നിലേക്ക് നന്നായിട്ട് ഇത് അബ്സോർബ് ആവും. നമുക്ക് വിറ്റമിൻ സി ഉണ്ട്, കുക്കുംബർ ഉണ്ട്, അങ്ങനെ സ്കിൻ നന്നായിട്ട് നമുക്ക് ബ്രൈറ്റ് ആൻഡ് ക്ലിയർ ആവാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്തത് നമുക്ക് നമ്മുടെ ഈ ഒരു സിറം ഒന്ന് അബ്സോർബ് ആവണ നേരം കൊണ്ട് നമുക്ക് ലിപ് ബാം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ലിപ് ബാം നേരത്തെ നമ്മൾ ലിപ് ഓയിൽ ഇട്ടിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ലിപ് ബാം നമ്മുടെ ലിപ്സിന് വല്ലാണ്ട് ചോക്കപ്പിക്കുന്ന സാധനം ഒന്നല്ല നമ്മൾ പറയണേ. നമുക്ക് ലിപ്സിൻ്റെ നാച്ചുറൽ നിറം കൊണ്ടുവരിക, അതേപോലെ ലിപ്സിൻ്റെ സ്കിന്നുണ്ടല്ലോ നന്നായിട്ട് മോയ്സ്ചറൈസ് ആക്കി ലിപ്സിന് ചുളിവുകൾ പൊട്ടൽ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് വെക്കാൻ നമുക്ക് ഈ ഒരു ലിപ് ബാം ഉപയോഗിക്കാം കേട്ടോ. നാച്ചുറൽ കളറൊക്കെ നമുക്ക് കിട്ടാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അടുത്തത് നമ്മൾ നിലാസ് ഹെർബ്സിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇതിൽ വന്നിട്ട് ഇത് ചെറിയൊരു റോസ് കളർ ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ദിനേശവല്ലി ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ രാവിലെ മോയ്സ്ചറൈസ് ചെയ്യുന്നതിൻ്റെ കുറവ് വൈകുന്നേരം ചെയ്താൽ മതി. ലൈറ്റ് വെയിറ്റ് ആയിട്ട് മോയ്സ്ചറൈസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മോയ്സ്ചറൈസർ ഇടുന്നത് ആദ്യം എല്ലാവിടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാവിടേക്കും ഒന്ന് അബ്സോർബ് ചെയ്യിപ്പിച്ചിട്ട് കൈകൊണ്ട് എല്ലാവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്യിപ്പിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് വളരെ കുറച്ചെടുത്താൽ മതി നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം, കുറേ ഒന്നും വേണ്ട കേട്ടോ. അങ്ങനെ സ്പ്രെഡ് ചെയ്ത് മസാജ് ചെയ്യും തോറും അതിങ്ങനെ എല്ലാവിടേക്കും ഇങ്ങനെ സ്പ്രെഡായി നന്നായിട്ട് ഇങ്ങനെ അബ്സോർബ് ചെയ്യും നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അങ്ങനെ ഇട്ട് കൊടുത്ത് മസാജ് ചെയ്യുമ്പോൾ തന്നെ അതിങ്ങനെ അതിൻ്റെ കളർ കണ്ടില്ല ഇങ്ങനെ കൂടി ഇങ്ങനെ വരുന്ന കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നന്നായിട്ടൊന്ന് എല്ലാവിടെയും നെക്കും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജിങ് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു റീഫ്രഷിങ്ങും അതേപോലെ നല്ലൊരു ഫീൽ ഉണ്ടായിരിക്കും. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഐബ്രോ കെയർ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ സ്കിൻ കെയർ. നെക്സ്റ്റ് ഐബ്രോ കെയറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഐബ്രോ ഗ്രോത്ത് ബാർ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് കമൻറ്റിൽ വേണമെങ്കിൽ കാണാത്തവർക്ക് വെക്കാം. അത് നമ്മുടെ ഏതെങ്കിലും ഒരു മസ്കാരയുടെയോ അല്ലെങ്കിൽ ഒരു ഐബ്രോ പെൻസിലിൻ്റെയോ ഒക്കെ ബാക്കിൽ ബ്രഷ് ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു ബാറാണ്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൽ കാസ്റ്റർ ഓയിൽ, ആൽമണ്ട് ഓയിൽ അങ്ങനെയുള്ള എല്ലാം ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി സ്ഥലങ്ങളൊന്നും ആയ ചിലർക്ക് കുരുവൊക്കെ വരില്ല. അപ്പോൾ അങ്ങനെ വരാതിരുന്ന് ഇങ്ങനെ നമുക്ക് കറക്റ്റ് ഐബ്രോയിൽ മാത്രം അധികം വേസ്റ്റ് ആവാണ്ടൊക്കെ സ്പ്രെഡ് ആവാണ്ടൊക്കെ ഇടാൻ പറ്റണതാണ്. നെക്സ്റ്റ് നമ്മൾ നമ്മുടെ മുടിയിലെ ജടയൊക്കെ കളയുക, നമ്മുടെ ഹെയർ കെയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നിലാസ് ഹെർബ്സിൻ്റെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഹെയർ സിറമാണ്. നമുക്ക് ഡാൻഡ്രഫ് അതുപോലെ തന്നെ ഹെയർ ലോസ് അതുപോലെ നമുക്ക് സ്കിന്നല്ല നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് ഫ്രിസി ആയിരിക്കണമെങ്കിൽ സ്മൂത്ത് ആക്കാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ സിറമാണ്. വാട്ടർ സോല്യൂബിൾ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഹെയർ ടൈപ്പുകാർക്ക് ഉപയോഗിക്കേണ്ടത് ഇതുപോലെ നമ്മൾ വകച്ചിലെടുത്തിട്ട് ആ വകച്ചിലുകളിൽ റൂട്ടിലൊക്കെ നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് സ്പ്രേ ആണ്, നമ്മുടെ കയ്യിലെടുത്തിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല, കുറേ വേസ്റ്റ് ആക്കണ്ട. ജസ്റ്റ് നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഇതിൽ കാണിച്ചിട്ടുള്ള ഫേസ് പാക്ക് ഒഴുകിയിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് 5 വയസ്സിന് മുകളിലുള്ളവർക്ക് ഉപയോഗിക്കാം. അപ്പോൾ സിറപ്പ് എല്ലാവർക്കും ഉപയോഗിക്കേണ്ട കാര്യമില്ല, എന്നാലും ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമുക്കിപ്പോൾ ടീനേജേഴ്സിനാണെങ്കിലും ഉപയോഗിക്കാം, അങ്ങനെ എല്ലാവർക്കും ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊന്ന് നമ്മൾ മസാജ് ചെയ്തിട്ട് ആ ഒരു വെള്ളം നനവുണ്ടല്ലോ അതൊന്ന് നമ്മൾ ഉണങ്ങാൻ വേണ്ടി ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. കൂടുതൽ നമ്മൾ മുടി ഇതുപോലെ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തുമ്പോഴാണ് നമുക്ക് ആ ഒരു കൂടുതൽ റിസൾട്ട് കിട്ടുക. നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. അതുപോലെ നമുക്ക് ഗ്രേ ഹെയറിനെ നമുക്ക് സ്ലോ ആക്കാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെയർ സിറമാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം, കാരണം ചെറിയൊരു വെള്ളം നനവ് ഉണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ഹെയർ സിറം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ വാട്ടർ സോൾബിളാണ് ഹെയർ സിറം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു നനവ് ഉണ്ടാവും മുടിക്ക്. അപ്പോൾ അതൊന്ന് ഉണങ്ങുന്ന ഒരു ഡ്രൈ ആവുന്ന ടൈം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മുടി എങ്ങനെയാണ് രാത്രി കെട്ടി വയ്ക്കുക അതുപോലെ കെട്ടി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ കുറേ നാളായിട്ട് തുടർന്ന് പോരുന്ന എൻ്റെ ഒരു നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ. ഇതിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഇൻക്ലൂഡിങ് സൺസ്ക്രീനൊക്കെയാണ് നമ്മൾ രാവിലെ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു വ്യത്യാസം നമുക്കൊരു 2-3 മന്ത്സിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിമ്പിൾ മാർക്ക്, പിഗ്മെൻറ്റേഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് നല്ലൊരു വ്യത്യാസങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ വരാതെ അതൊന്ന് കൺട്രോൾ ചെയ്ത് ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അതൊന്ന് മാറാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും, ക്ലിയർ സ്കിന്നായിട്ട് നമുക്ക് കിട്ടാനായിട്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഫേസ് പാക്കാണ്. അപ്പോൾ ഫേസ് പാക്ക് നമുക്കിപ്പോൾ ഞാൻ കാണിച്ചത് തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇഷ്യൂസിനനുസരിച്ച് ഫേസ് പാക്ക് വ്യത്യാസം വരും. അപ്പോൾ എനിക്കിപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല, കുരുവോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പിഗ്മെൻറ്റേഷനോ അതുപോലെ പാടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ നമുക്കൊരു 30+ കഴിയുമ്പോൾ ഒരു ആൻറ്റി ഏജിങ് സ്കിൻ കെയർ ആണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്തു എന്ന് മാത്രം. ചിലപ്പോൾ ഫേസ് മാസ്ക് ആയിരിക്കും, ചിലപ്പോൾ എനിക്ക് സമയം കിട്ടാത്തതിൻ്റെ പേരിൽ ചിലപ്പോൾ എന്തെങ്കിലും ഷീറ്റ് മാസ്ക് പെട്ടെന്ന് റെഡിയാക്കി അങ്ങനെ ചെയ്യും. അത് നമ്മുടെ ഒരു താല്പര്യം. പിന്നെ
ആദ്യം എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഫേസ് പാക്ക് ഉപയോഗിച്ചിരുന്നു, കാരണം പിമ്പിൾസ് നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുറയാൻ വേണ്ടിയിട്ട് രാവിലെ വൈകുന്നേരമൊക്കെ ജീരക പാക്ക്, പിമ്പിൾ കുറയാനുള്ള പാക്കുകൾ ട്രൈ ചെയ്യും. പിന്നെ അതുപോലെ പിമ്പിൾ മാറുമ്പോൾ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യും. അപ്പോൾ അത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇപ്പം അങ്ങനെ സ്ഥിരമായിട്ട് ഡെയിലി ഫേസ് പാക്ക് ഉപയോഗിക്കണില്ല. ജസ്റ്റ് അതിനൊരു ഗ്യാപ്പ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇഷ്യൂസൊക്കെ കുറവാണ്, നമുക്കൊന്നുമില്ലാതെ നമ്മൾ നേരെ അതിനൊന്ന് കൺട്രോൾ ചെയ്ത് പോവുക. അതായത് സ്കിന്നിന് ഇനി വേറെ പ്രശ്നങ്ങളൊന്നും വരാതെ ഒന്ന് പോവാൻ, ആ ഒരു നോർമൽ ആ ഒരു ക്ലിയർ സ്കിന്നാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാര്യം. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് നിലാസ് കാർഡിലെ പ്രൊഡക്റ്റുകൾ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തണം എന്നൊക്കെ ഉണ്ട്, ആഗ്രഹമുണ്ട്, ട്രൈ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിലാസ് കാർഡിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ അതിൽ കയറി നമ്മുടെ സ്വന്തം ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റാണ്, അതിലെല്ലാ പ്രൊഡക്റ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നോക്കാം നിലാസ് കാർട്ട് എന്ന്. അപ്പോൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കാർട്ടിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അതിലും കിട്ടും കേട്ടോ. ഓക്കെ, പിന്നെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വയ്ക്കാം നിലാസ് കാർട്ടിലെ ലിങ്ക്. നിങ്ങൾക്ക് അങ്ങനെ ഡിസ്ക്രിപ്ഷനിലോ ഗൂഗിളിലോ ചെക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിലുണ്ടാവും കേട്ടോ. പിന്നെ ഞാനിപ്പോൾ നമ്മുടെ ഹോം മെയ്ഡായിട്ട് കാണിച്ച പ്രൊഡക്റ്റ്, അതായത് നമ്മുടെ ഐബ്രോ ഗ്രോത്തിൻ്റെ ബാർ, അതുപോലെ നമ്മുടെ ടോണർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ അതിൻ്റെ ലിങ്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്തെ വീഡിയോ നല്ലൊരു ക്ലിയർ സ്കിന്നായിട്ട്, ഇപ്പോൾ ഗ്ലോയിങ് ഹെൽത്തി സ്കിന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള നല്ലൊരു സ്കിൻ കെയർ റുട്ടീനാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.